ഇങ്ങനെ പിന്നെങ്ങനെ മോദിജിയുടെ പ്രസംഗത്തില് അദ്ദേഹം നമുക്കൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. टेरर और टॉक एक साथ नहीं हो सकते. टेरर और ट्रेड एक साथ नहीं चल सकते. और पानी और खून भी एक साथ नहीं बह सकता. ഭീകരവാദവും സന്ധി സംഭാഷണവും ഒരുമിച്ച് പോകില്ല. ഭീകരവാദം നിർത്താതെ ശത്രുവുമായി സംസാരത്തിനില്ല. അതുപോലെ ഭീകരവാദവും വ്യാപാര ബന്ധവും ഒരുമിച്ച് പോകില്ല. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നുകൂടി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ അത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതുപോലെയുള്ള അതിശക്തമായ നടപടികൾ തുടരും എന്ന പ്രഖ്യാപനമാണ്. കേട്ടല്ലോ, അദ്ദേഹം പറയുന്നത് ടെററും ടോക്കും ഇനി നടക്കില്ല, ടെററും ട്രേഡും ഇനി നടക്കില്ല, ചോര ഒഴുകുന്നിടത്ത് പുഴ ഒഴുകില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്, അല്ലെ? കൂനൻ പാനി ഒരുമിച്ച് പോകില്ല. ഇതില് ടെറർ ആൻഡ് ടോക്ക് എന്ന് പറഞ്ഞത് ഗവൺമെന്റ് ലെവൽ ടോക്സ്. അതായത് നിങ്ങൾ അവിടുന്ന് ഒരാളെ വിട്ട് ഇവിടെ ആളെ കൊന്നാൽ നമ്മൾ നിങ്ങളെ വിളിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ വന്ന് നിങ്ങളെ പപ്പടാക്കും. അത് മോദിജിയുടെ തീരുമാനമാണ്. അത് അദ്ദേഹത്തിന് നടപ്പാക്കാൻ യാതൊരു വിഷമവുമില്ല. അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇവിടെ തൊട്ടാട്ടി കിട്ടുന്ന ഉറപ്പാണ്. ഈ പ്രാവശ്യം നമ്മൾ അവിടുത്തെ 9 ക്യാമ്പ് തരിപ്പണാക്കി, ടെററിസ്റ്റ് ക്യാമ്പുകൾ. അപ്പൊ അവർക്ക് അറിയാം തൊട്ടടിക്കുന്നുള്ളത്. അത് മോദിജി തീരുമാനിച്ചാൽ നടത്തിയതാണ്, സംശയമില്ല. പിന്നെ ഞാൻ രണ്ടാമത്തെ പോയിന്റ് വിടുന്നത്, മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. ഇവിടെ ആരെങ്കിലും ചോര പൊടിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല. വെള്ളം ഓൾറെഡി സ്റ്റോപ്പാക്കി. ഇനിയിപ്പോ അദ്ദേഹം അതിന്റെ മുകളിൽ ഡാം കെട്ടിയ കംപ്ലീറ്റ് അങ്ങോട്ടുള്ള ഒഴുക്ക് നിർത്താൻ പോകുന്ന പറയുന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. എന്നാൽ ടെറർ ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞ സാധനം മാത്രം മോദിജിയുടെ കയ്യിലല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. അദ്ദേഹത്തിന് നമുക്ക് തരാനുള്ള മെസ്സേജ് അതാണ്. വിശദമായി പറയുകയാണെങ്കിൽ മറ്റേ ടോക്കും റിവർ ഫ്ലോ ചെയ്യുന്ന മോദിജി തീരുമാനിച്ച ആ മിനിറ്റിൽ സ്റ്റോപ്പായി. എന്നാൽ ട്രേഡ് സ്റ്റോപ്പാക്കാൻ നമ്മുടെയൊക്കെ കോപ്പറേഷൻ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അവിടെ മാത്രം അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുത്താലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നാൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുക? ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് കച്ചവടം, സാധനം വാങ്ങുക, വിൽക്കുക എന്നൊക്കെയാണ്. ഈ സാധനം വാങ്ങലും വിൽക്കലും മാത്രമല്ല കച്ചവടം. പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ട് ഒരു സിനിമ നടി നമ്മുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതും ട്രേഡാണ്. പാകിസ്ഥാനിലെ ഒരു പാട്ടുകാരൻ വന്ന് ഇവിടെ പാടുമ്പോൾ അതും ട്രേഡാണ്. ഇനി ഒന്നും വേണ്ട, നമ്മൾ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് മാച്ച് വാച്ച് ചെയ്താൽ ഇത് ട്രേഡായി. ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ മോദിജിക്ക് സാധിക്കില്ല, അത് നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന് വന്നിട്ട് നമ്മളോട് പറയാൻ പറ്റില്ല നിങ്ങൾ പാകിസ്ഥാന്റെ പ്രോഡക്റ്റ് വാങ്ങാൻ പാടില്ല കേട്ടോ എന്ന്. കാരണം അത് ഡിപ്ലോമാറ്റിക്കലി റൈറ്റ് അല്ല, അതായത് വേൾഡിലെ സ്റ്റേറ്റ്മെന്റ്ഷിപ്പിന് മോശമാണ്. അത് അദ്ദേഹത്തിന് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ യുദ്ധത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കാളിയാവുള്ള ഒരു അവസരം തരുന്ന അദ്ദേഹം. നമ്മൾ ബോർഡറിൽ നിന്നിട്ട് വെടിവെക്കൽ മാത്രമല്ല, നമ്മളെല്ലാവരും തീരുമാനിക്കണം, ഒരു ഓത്തെടുക്കണം. ഒരു പാകിസ്ഥാനി നടനോ നടിയോ അഭിനയിച്ച സിനിമ കാണില്ല, അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനി പാട്ടുകാരന്റെ പാട്ട് കേൾക്കില്ല, അല്ലെങ്കിൽ അവർ പാടിയുള്ള ഒരു സിനിമ കാണില്ല. അതിനൊക്കെ പുറമെ പാകിസ്ഥാന്റെ ഒരു ക്രിക്കറ്റ് മാച്ച് നീ കാണില്ല എന്ന് തീരുമാനിക്കണം. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടി അതാണ്. അവർക്കുള്ള ഏറ്റവും വലിയ തോൽവി അതാണ്. നമുക്കത് ചെയ്യാൻ സാധിക്കുമോ? നമ്മളെല്ലാവരും ഇന്ന് മോദിജിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു ഓത്തെടുക്കണം. ഇനി മേലാൽ പാകിസ്ഥാനി പ്രൊഡക്ട്സ് എന്ന് മാത്രമല്ല, സർവീസസ് ആയ മ്യൂസിക് ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി, സ്പോർട്സ് എല്ലാം നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ബോയ്ക്കോട്ട് ചെയ്യുന്നത് തുർക്കിയേനും അസർബൈജാനും ആണല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതും ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് നമ്മളൊരു പാകിസ്ഥാന്റെ ക്രിക്കറ്റ് മാച്ച് കാണാണ്ട് തിരുന്നാൽ നമ്മൾ ചത്തുപോവോ? നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേമാതിരി തന്നെ എത്ര സിനിമകൾ വേറെ ഉണ്ട്. എന്തിനാണ് ഈ പാകിസ്ഥാൻ നടികളുടെയും നടന്മാരുടെയും സിനിമ കാണാൻ പോകുന്നത്? അപ്പൊ നമുക്ക് ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും കൂട്ടും മനസ്സിൽ ഒരു നിശ്ചയം എടുക്കണം, നമ്മൾ ഇനി മേലാൽ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് മാച്ച് കാണില്ലാണ്. സാധിക്കൂ? ജയ് ഭാരത്, വന്ദേ മാതരം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമസ്കാരം.